ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തനിനാടൻ രീതിയിൽ മത്തങ്ങയും പിന്നെ നമ്മളുടെ പരിപ്പും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ചോറിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇവിടെ കുറച്ച് മത്തങ്ങ ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മസൂർ ദാലാണ്. ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ മത്തങ്ങയുടെ കൂടെ തന്നെ ഈ പരിപ്പിട്ടത്. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മറ്റേ വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ പരിപ്പ് ആദ്യം വേവിച്ചതിന് ശേഷം മാത്രം മത്തങ്ങ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരുന്നിടം വരെയാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് പ്രഷറൊക്കെ സെറ്റിൽ ആയതിനു ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ പരിപ്പും മത്തങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് എന്തോരം കൺസിസ്റ്റൻസി വേണമെന്നനുസരിച്ച് നമ്മൾ മിക്സി കഴുകി അത്രയും കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് അങ്ങ് ലൂസാക്കിയൊന്നുമല്ല ഈ കറി എടുക്കുന്നത്, എന്നാൽ ലൂസുമാണ് എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ആ ഒരു രീതിക്കാട്ടോ ഞാൻ ഇത് കറിയുടെ എടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്തുള്ള അരപ്പിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറണം, വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചും വരണം. അരപ്പരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് അരയ്ക്കാം. ഞാൻ പംകിനൊക്കെ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് അരപ്പിനകത്ത് ഞാൻ അധികം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു പോരായ്മ തോന്നിയത് കൊണ്ട് കുറച്ച് ഒരു അര സ്പൂൺ ഉപ്പോളം ഞാനിൽ പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളകറിയൊക്കെ ഒന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് ആ താളിപ്പ് നമ്മളുടെ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറി കാണാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ രുചികരമായിട്ടുള്ള മത്തങ്ങ പരിപ്പ് ഒഴിച്ച് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. പിന്നെ അപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം ഉടനെ കാണാം. അതുവരേക്കും ബൈ.